പുതിയ 90 ദിവസത്തേക്കുള്ള വിസയുമായി UAE. പ്രവാസികൾക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഈ വിസയ്ക്ക് സ്പോൺസർ ആവശ്യമില്ല. ടൂറിസ്റ്റുകൾ, ബിസിനസ് യാത്രക്കാർ, കുടുംബ സന്ദർശകർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് പുതിയ വിസ. ടൂറിസ്റ്റുകളെയും നിക്ഷേപകരെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നടപടികൾ എളുപ്പമാക്കുന്നത്. ഈ വിസ കൈവശമുള്ളവർക്ക് ഒന്നിലധികം തവണ UAEയിൽ പ്രവേശനം അനുമതിയുണ്ടാകും. വർഷത്തിൽ 150 ദിവസം വരെ വിസ നീട്ടിയേക്കും നൽകാം. 5 മുതൽ 7 വരെ പ്രവൃത്തി ദിവസത്തിനകം വിസ അനുവദിച്ചു കിട്ടും. സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത്. പ്രാദേശികമായി സ്പോൺസർ ആവശ്യമില്ലാത്ത വിസയാണിത്. ലോകത്തെ പ്രധാന യാത്രാ കേന്ദ്രമായി UAE മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണകൂടം പുതിയ വിസകൾ അനുവദിക്കുന്നത്. ടൂറിസം, ബിസിനസ് ആവശ്യം, കുടുംബ സന്ദർശനം എന്നിവയാണ് ഈ വിസയ്ക്ക് അനുവദിക്കുക. വിസയ്ക്ക് 700 ദിർഹമാണ് ഫീസ് വേണ്ടി വരുന്നത്. കൂടാതെ 2000 ദിർഹം സുരക്ഷാ ഡെപ്പോസിറ്റായി നൽകണം. ഈ തുക തിരിച്ചു കിട്ടും. അനുവദിച്ച സമയത്തേക്കാൾ കൂടുതൽ ദിവസം UAEയിൽ തങ്ങുന്നവർക്ക് നടപടി ഉണ്ടാകും. അധികമായി തങ്ങുന്ന ഓരോ ദിവസവും 50 ദിർഹം വീതം പിഴ ഈടാക്കും. വിസയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തി 18 വയസ്സ് തികഞ്ഞിരിക്കണം. 6 മാസം കാലാവധിയുള്ള പാസ്പോർട്ട് കൈവശമുണ്ടായിരിക്കണം. ആവശ്യമായ പണം കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖ വേണം. യാത്രയ്ക്കുള്ള ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. മടക്ക ടിക്കറ്റും വേണ്ടതായുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ട രേഖകളും നൽകണം. 7 ദിവസത്തിനകം വിസ അനുവദിക്കും. വിശുദ്ധ റമദാനോട് അനുബന്ധിച്ച് UAE സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം കുറച്ചു. 2 മണിക്കൂറാണ് കുറച്ചിരിക്കുന്നത്. ജോലിയുടെ സ്വഭാവം പരിഗണിച്ച് ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെയുള്ള അവസരങ്ങളും നൽകാമെന്നും മാനവിക ക്ഷേമ മന്ത്രാലയം ഇറക്കിയ സർക്കുലറിൽ വിശദീകരിച്ചു. UAEയിൽ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സമയം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ആക്കും. തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് ഈ സമയം. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും. മാർച്ച് 1 ശനിയാഴ്ച മുതൽ റമദാൻ വ്രതം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ചന്ദ്രമാസപ്പിറവി കണ്ടതായി സർക്കാർ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ.